നമസ്കാരം. യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ പലരും അതിനെ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമായി മാത്രം കണ്ടിരുന്നു. എന്നാൽ 4 വർഷത്തിലേറെ നീണ്ട ഈ യുദ്ധം ലോകരാഷ്ട്രീയത്തിന്റെ ശക്തി സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിച്ചു. ഇന്നുയരുന്ന ഏറ്റവും വലിയ ചോദ്യം മറ്റൊന്നാണ്. റഷ്യയുടെ അടുത്ത ലക്ഷ്യം പോളണ്ടാണോ? പുടിന്റെ അടുത്ത ലക്ഷ്യം പോളണ്ടോ? യുക്രൈനു ശേഷം യൂറോപ്പിന്റെ ഹൃദയത്തിലേക്ക് റഷ്യയുടെ നീക്കം തുടങ്ങിയെന്ന് റിപ്പോർട്ട്. 3ാം ലോക മഹായുദ്ധത്തിന്റെ നിഴൽ വീണ്ടും കനക്കുന്നു. പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പുതിയ വിലയിരുത്തലുകൾ പ്രകാരം റഷ്യ പോളണ്ടിനെ നേരിട്ട് ആക്രമിക്കണമെന്നല്ല, മറിച്ച് നാറ്റോയുടെ ഐക്യവും പ്രതിരോധ ശേഷിയും പരീക്ഷിക്കാൻ പരിമിതമായ പ്രകോപന നീക്കങ്ങൾ നടത്തിയേക്കാമെന്ന ആശങ്ക ശക്തമാണ്. ഈ വിലയിരുത്തൽ വെറും സൈനിക വാർത്തയല്ല, യൂറോപ്പിന്റെ ഭാവിയെയും ആഗോള സുരക്ഷാ ക്രമത്തെയും ബാധിക്കാൻ സാധ്യതയുള്ള മുന്നറിയിപ്പാണ്. നാറ്റോയിൽ ഉള്ളെടുത്ത ഭിന്നതകൾ അവസരമാക്കിയാണ് പുടിന്റെ ഈ നീക്കമെന്ന് ഡെയിലി മെയിലാണ് റിപ്പോർട്ട് ചെയ്തത്. യുക്രൈനുള്ള പിന്തുണ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യവും റഷ്യയുടെ ഈ തയ്യാറെടുപ്പിലുണ്ട്. യുക്രൈനിലേതുപോലുള്ള പൂർണ്ണ തോതിലുള്ള അധിനിവേശമല്ല റഷ്യ പോളണ്ടിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആക്രമണം നടത്തിയാൽ നാറ്റോ എങ്ങനെ പ്രതികരിക്കുമെന്നറിയുകയാണ് നിലവിൽ റഷ്യയുടെ പ്രധാന ലക്ഷ്യം. റഷ്യയുടെ ഈ നീക്കം വളരെ മുൻപേ അമേരിക്ക തിരിച്ചറിഞ്ഞതായും പോളണ്ടിന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോളണ്ടിലേക്ക് ഹ്രസ്വമായി അതിർത്തി ഭേദിക്കുകയോ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയോ ആവും റഷ്യയുടെ ആക്രമണ രീതി. അടുത്തിടെ യുക്രൈൻ പ്രതിരോധം ശക്തിപ്പെടുത്തിയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കീവിൽ ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തിയത്. യുക്രൈനിന് സമാനമായി പോളണ്ടിലെയും ഊർജ്ജ കേന്ദ്രങ്ങളെ റഷ്യ നേരിടാൻ സാധ്യതയുമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനിലെ യുദ്ധത്തെ വെറും പ്രാദേശിക ഏറ്റുമുട്ടലായല്ല കാണുന്നത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം നഷ്ടപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സ്വാധീനം വീണ്ടെടുക്കാനുള്ള ദീർഘകാല രാഷ്ട്രീയ സൈനിക തന്ത്രത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. യുക്രൈനിനെ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമം പൂർണ്ണ വിജയത്തിൽ എത്തിയിട്ടില്ല എങ്കിലും റഷ്യ പിന്മാറിയിട്ടില്ല. അതിനിടയിലാണ് പോളണ്ടിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നത്. എന്തുകൊണ്ടാണ് പോളണ്ട് ഇത്ര പ്രധാനമാകുന്നത്? കാരണം പോളണ്ട് ഒരു സാധാരണ യൂറോപ്യൻ രാജ്യമല്ല. അത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സഖ്യത്തിന്റെ കിഴക്കൻ കവാടമാണ്. യുക്രൈനിലേക്ക് എത്തുന്ന സൈനിക സഹായത്തിന്റെ വലിയൊരു പങ്കും പോളണ്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ പോളണ്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞാൽ യുക്രൈനിൽ നിന്നുള്ള പാശ്ചാത്യ പിന്തുണയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് റഷ്യ കണക്കുകൂട്ടുന്നുണ്ടാകാം. എന്നാൽ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. യുക്രൈന് നാറ്റോ അംഗമല്ല, പോളണ്ട് നാറ്റോയുടെ പൂർണ്ണ അംഗമാണ്. അതുകൊണ്ട് പോളണ്ടിനെതിരായ ഒരു സായുധ ആക്രമണം നാറ്റോ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 5 സജീവമാക്കാൻ ഇടയാക്കും. അതിന്റെ അർത്ഥം ഒരു രാജ്യത്തിനെതിരായ ആക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കപ്പെടും എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ റഷ്യക്ക് നേരിടേണ്ടി വരുന്നത് പോളണ്ടിനെ മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള മുഴുവൻ നാറ്റോ സഖ്യത്തെയുമായിരിക്കും. അതുകൊണ്ട് തന്നെ ചില സൈനിക വിദഗ്ധർ പറയുന്നതനുസരിച്ച് റഷ്യയുടെ ലക്ഷ്യം പൂർണ്ണതോതിലുള്ള അധിനിവേശമല്ല, മറിച്ച് ഗ്രേ സോൺ വാർഫെയർ എന്നറിയപ്പെടുന്ന പരിമിത ഏകോപന തന്ത്രങ്ങളായിരിക്കാം. സൈബർ ആക്രമണങ്ങൾ, അതിർത്തി സംഘർഷങ്ങൾ, ഡ്രോൺ അതിക്രമങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ രഹസ്യ ആക്രമണങ്ങൾ, തെറ്റായ വിവര പ്രചരണങ്ങൾ എന്നിവയിലൂടെ നാറ്റോയുടെ പ്രതികരണം എത്ര വേഗത്തിലും എത്ര ശക്തമായും ഉണ്ടാകുമെന്ന് പരിശോധിക്കാനുള്ള ശ്രമമാകാം റഷ്യ നടത്തുന്നത്. ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും വ്യക്തമാണ്. നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ പാശ്ചാത്യ സഖ്യത്തിന്റെ ഐക്യം ദുർബലമാക്കാൻ റഷ്യക്ക് എളുപ്പം കഴിയും. ഒരു ചെറിയ ആക്രമണത്തിന് എല്ലാ രാജ്യങ്ങളും ഒരേ നിലപാട് സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് മോസ്കോ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് എല്ലാ സുരക്ഷാ വിശകലനങ്ങളും വിലയിരുത്തുന്നത്. അതേസമയം പോളണ്ടും കൈകെട്ടി നിൽക്കില്ല. പ്രതിരോധ ചെലവ് ഗണ്യമായി ഉയർത്തിയ പോളണ്ട് യൂറോപ്പിലെ ഏറ്റവും വേഗത്തിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക സാന്നിധ്യവും നാറ്റോയുടെ കിഴക്കൻ പ്രതിരോധ സംവിധാനവും കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. യുക്രൈനിൽ ആരംഭിച്ച യുദ്ധം യൂറോപ്പിന്റെ ഭൂപടം മാത്രമല്ല, ലോക സുരക്ഷാ രാഷ്ട്രീയത്തിന്റെ ദിശയും മാറ്റിയിരിക്കുന്നു. പോളണ്ടിനെ കുറിച്ചുള്ള പുതിയ ആശങ്കകൾ യാഥാർത്ഥ്യമാകുമോ എന്നത് ഭാവിയാണ് തീരുമാനിക്കുക. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, റഷ്യയും നാറ്റോയും തമ്മിലുള്ള അവിശ്വാസം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലകളിൽ എത്തിയിരിക്കുകയാണ്.